ജീവിതം തന്നെ അവസാനിപ്പിച്ച മതിയെന്നുള്ള ഇതിൽ നിൽക്കുവെന്ന് ഇപ്പോഴത്തെ അവസ്ഥ. അല്ലെ പിന്നെ ഓർമ്മയില്ലാത്ത രീതിയിലാക്കും. എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറിക്കൊള്ളാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സത്യത്തിന് ഞാൻ മുഖം കഴുകാൻ പോയപ്പോഴാണ് എൻ്റെ ഈ കണ്ണ് നഷ്ടപ്പെട്ടതായിട്ട് ഞാൻ അറിയുന്നത്. പനിക്ക് വന്നാൽ ചികിത്സിച്ച കണ്ണ് നഷ്ടപ്പെടുത്തി എങ്ങനെയാ? അങ്ങനെ എനിക്കൊരു പനി വന്ന് ചികിത്സയ്ക്ക് പോയതാണ്. എൻ്റെ വീട് ജിപ്തിയിൽ നഷ്ടപ്പെട്ടു. ഇപ്പം ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്ന് ജിപ്തിയുടെ വക്കീലാണ് ഞങ്ങൾ. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. അല്ല, പനിക്ക് ചികിത്സയ്ക്ക് പോയിട്ട് അവൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. എങ്ങനെ എന്തോന്നൊന്നും എനിക്കറിയില്ല. അതെങ്ങനെയെന്ന് അവിടെ ചോദിച്ചിട്ട് അവരും പറഞ്ഞില്ല. അങ്ങനെ സംഭവിച്ചു പോയി. അപൂർവമാണ് സംഭവിച്ചത്. അത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. കണ്ണ് നഷ്ടപ്പെട്ടു എന്നവർ ഒരു തരത്തിൽ നമ്മളോട് അന്ന് പറഞ്ഞിരുന്നില്ല. ആശുപത്രി പറഞ്ഞിരുന്നില്ല. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞതുകൊണ്ട് അവർ അഡ്മിറ്റ് ചെയ്ത് അവിടെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതുപോലെ കണ്ണ് നഷ്ടപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, കണ്ണ് നഷ്ടപ്പെടുന്ന പനിക്ക് വന്നാൽ ചികിത്സിച്ചാൽ കണ്ണ് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? അങ്ങനെ കേരളത്തിൽ പനി വരാത്തവർ കേരളത്തിൽ ആരുമില്ലല്ലോ, അവരുടെ കണ്ണെല്ലാം പോകുമോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞാൽ സംഭവിച്ചു പോയി എന്ന് അവിടുത്തെ ഒരു പ്രധാന ഡോക്ടർ, ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രി പേര് ഞങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. അത് ഒരുപാട് ഞങ്ങളിപ്പോൾ എനിക്ക് വേദന അനുഭവിക്കേണ്ടി വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു കാര്യം പറയാൻ തീരുമാനിച്ചത്. ഇപ്പോൾ സംഭവം 2009 ജൂലൈ 30 അഡ്മിറ്റ് ചെയ്തു. 11 വരെ അവിടെ ഇട്ടിരുന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് അവിടുന്ന് ഒപ്പ് പോലും ഇട്ട് കൊടുക്കാതെ ഞങ്ങൾ ഇറങ്ങിപ്പോരുന്നു ചെയ്തു. കാരണം ജീവൻ നഷ്ടത്തിലാവുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് പോരുന്നത്. ആ സാഹചര്യത്തിൽ ഞങ്ങളോട് വന്ന് അടുത്തൊരു ആശുപത്രി കൊണ്ട് പരിശോധിച്ചു. ഇവർ തീരാ രോഗമാണ്, രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാരക്കര വന്ന ഒരു പ്രധാന താലൂക്ക് ആശുപത്രി വന്ന അവിടുത്തെ ഡോക്ടറുടെ പെർമിഷനോടുകൂടി വീണ്ടും സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ വേറെ യാതൊരു രോഗമില്ല. എനിക്ക് ഒരാഴ്ച ബോധമില്ലാതെ കിടക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ മക്കളെ പോലും എനിക്ക് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഞാൻ മുഖം കഴുകാൻ പോയപ്പോഴാണ് എൻ്റെ ഈ കണ്ണ് നഷ്ടപ്പെട്ടതായിട്ട് ഞാൻ അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. ഈ കണ്ണ് വെച്ചേക്കോ, ഇത് പ്ലാസ്റ്റിക് കണ്ണ്, ഇത് എടുത്ത് കഴുകുകയും ഇടിക്കുകയും ചെയ്യാവുന്ന കണ്ണാണ്. അതിൽ കൂടെ വെള്ളം ഇടിക്കുകയും പഴുപ്പ് വരികയും ചെയ്യുവാണ്. വീണ്ടും ഈ കണ്ണ് മാറ്റി വെക്കണമെന്നാണ് ഇപ്പോഴും അവർ പറയുന്നത്. മോൾഡ് വലുതായിട്ട് പിടിപ്പിക്കണമെന്നാണ് പറയുന്നത്. എൻ്റെ ഈ കണ്ണിനും ഇപ്പം കാഴ്ചയില്ലാത്ത അവസ്ഥയിലാണ്. ഡോക്ടർമാർ പറയുന്നത് അവർ എന്നോടല്ലല്ലോ ഒന്നും പറയുന്നത്, ചേട്ടനോടല്ലേ വിളിച്ചെല്ലാം പറയുന്നത്. എനിക്ക് അന്നേരം ഒന്നും കണ്ണെടുക്കുന്നത് പോലും ബോധമൊന്നുമില്ലായിരുന്നു. പിന്നീട് ഞാൻ വന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത് കണ്ണെടുത്തെന്നും ഞാനെല്ലാം ഞാൻ കാണുന്നത്. ഞാൻ കണ്ണാടിയെ നോക്കിയപ്പോഴാണ് അവരിങ്ങനെ ഈ പച്ച ഇത് മറച്ചിട്ടേക്ക് വരുന്നത് എൻ്റെ കണ്ണിന്. അത് ഞാൻ പൊക്കി നോക്കുമ്പോഴാണ് അറിയുന്നത് എനിക്ക് കണ്ണില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ 10-25 വർഷത്തിനകത്ത് എൻ്റെ അപൂർവങ്ങളായി എനിക്ക് സംഭവിച്ച ആദ്യത്തെ ഒരു പിഴയാണെന്ന് ഈ കക്ഷി പറഞ്ഞു. ഇപ്പോൾ അതൊന്നും അല്ല കക്ഷി പറയുന്നത്. കക്ഷി നമ്മളെ വെറും ഞങ്ങൾ കണ്ണെടുത്ത് കളഞ്ഞിട്ട് ചെല്ലുന്ന രീതിയിലാണ് കക്ഷി നമ്മൾ സംസാരിക്കുന്നത്. അന്ന് വേദനാജനകമായ ചില കാര്യങ്ങളുണ്ടായി. കാരണം ഒരു തരത്തിലും എല്ലാ ഭാഗത്തും നമ്മളെവിടെയൊക്കെ ആരോടെല്ലാം പറഞ്ഞു, ആ പറഞ്ഞവരോട് മൊത്തം ഇവർ തിരിച്ചു പറയുന്നത് വേറെ ഒന്നും അങ്ങനെ കാര്യം ഉണ്ടായിട്ടില്ല. ഞങ്ങളെന്തോ അവരെ ഏതോ ദോഷം ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞ് എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന് നമ്പർ എഴുതി തന്നെ ഞങ്ങളെ ഇരിപ്പുണ്ട് ആ ഡോക്ടർ. അത് കഴിഞ്ഞ് വേറൊരു ഡോക്ടർ പറഞ്ഞു, ഞാൻ എൻ്റെ ഡയറക്ടർ കൂടിയാണ്, ഞാൻ എന്തൊരു സഹായം ഉണ്ട് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ ചെയ്തു തരാം എന്ന രീതി പറഞ്ഞവരവരിപ്പോൾ പാടെ തിരിഞ്ഞിട്ട് ആ പ്രധാന ഡോക്ടർ ധാരണയിലാക്കി അവരുടെ അവസ്ഥ കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഹോസ്പിറ്റലുകാർ മാനേജ്മെൻറ്റ് തടഞ്ഞു കക്ഷിയെ. അപ്പോൾ ഞങ്ങളെ കളിയാക്കുന്ന രീതിയിൽ തന്നെ സംസാരിച്ചപ്പോഴാണ് ഇപ്പോൾ വേദന തോന്നിയാണ് ഇതിനകത്ത് ഞങ്ങളിപ്പോൾ ഈ ജനങ്ങളോട് പറയാൻ തീരുമാനിച്ചു. പരാതി ഇഷ്ടംപോലെ കൊടുത്തു. ഞാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദൻ സാറിന് കൊടുത്തു. അത് കഴിഞ്ഞ് അത് ഹരിത കേരള സുതാര്യ കേരളത്തിൽ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് പോലീസ് സ്റ്റേഷനിലാണ് മുംബൈ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അതിൻ്റെ രസീതും അന്ന് മുഖ്യമന്ത്രിയുടെ ഇതിലും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നേരെ 10,000 പോലീസ് സ്റ്റേഷനും കൊടുത്തു. ഞങ്ങളുടെ പരിധി 10,000 പോലീസ് സ്റ്റേഷൻ, അവിടെയും കൊടുത്തു. അതുകൊണ്ടൊന്നും രക്ഷയില്ല. എന്ന് കഴിഞ്ഞ നമ്മുടെ കൺസ്യൂമർ കോടതി കൊടുത്തു. ഇപ്പം 7 വർഷം കൊണ്ട് ഒരു ഡോക്ടർ മൊഴി കൊടുക്കാൻ സമ്മതിക്കാതെ അവർ സ്വാധീനിക്കുകയാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ മൊഴി കൊടുക്കാൻ വന്നപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ആയി വന്നു കഴിഞ്ഞാൽ കൊട്ടാരക്കര ആശുപത്രി വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഡോക്ടറാണ് നിങ്ങളുടെ കണ്ണെങ്ങനെ പോയി എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞതുപോലെ പിന്നെ ഉടനെ അവർ അതിനകത്ത് എഴുതി സൈഡിൽ കണ്ണ് എടുത്തിരിക്കുന്നു എന്ന് എഴുതി രേഖപ്പെടുത്തിയ പേപ്പർ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ചെയ്തതിനിപ്പോൾ ആ ഡോക്ടറെ ഇട്ട് ഭീഷണിപ്പെടുത്തും അവർ. അപ്പോൾ മൊഴി കൊടുക്കാനൊന്നും സമ്മതിക്കത്തില്ല. എത്രയും പരമാവധി വിഷമിപ്പിക്കാൻ എല്ലാവരും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക. ഉന്നത സ്വാധീനമുള്ളവരാണ്, നമുക്ക് അവരുടെ മുന്നിൽ പറ്റത്തില്ല. ഞങ്ങൾക്ക് അഭയം മീഡിയാസിനേ ഉള്ളൂ. നിയമത്തിൽ വിശ്വാസമുണ്ട്, കോടതിയെ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിലാണ് ഞങ്ങളിപ്പോഴും മുന്നോട്ട് പോകുന്നത്. നാട്ടുകാരറിഞ്ഞു, അല്ലെങ്കിൽ മനുഷ്യസ്നേഹികളായ ആൾക്കാർ അറിഞ്ഞു, ജനങ്ങളിത് ചർച്ചയിൽ വരണം.
അന്നെങ്കിൽ ഇത് കാരണം നിങ്ങൾ എന്തുകൊണ്ട് അനങ്ങാതിരുന്നു എന്നപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു പ്രസ്ഥാനത്തെ ആക്ഷേപിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ആ ഹോസ്പിറ്റലിൻ്റെ പേര് പറയാത്തത്. എത്ര ഭീഷണി അവരുടെ ഈ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടാണ് കോടതിയിൽ നിന്ന് വന്ന് അവർ 14 വർഷം കഴിഞ്ഞപ്പോൾ ഡോക്ടറെ ചോദ്യം ചെയ്യുന്നത്. ഒരു കർഷകനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നോട് ഇത്രയും ഒരു ഇത് കാണിച്ചത്. ഇയാൾ എന്താ ജോലി എന്ന് ഞാൻ കർഷകനാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളെ തിരക്കി കാണാനായിട്ട് വരുന്ന ഇച്ചിരി പേഴ്സണാലിറ്റി ഉള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും ആ വന്ന വക്കീലാന്ന്. എന്നെ ഓഫീസിൽ വിളിപ്പിച്ചിട്ട് ഈ വന്ന വക്കീലാന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് പറഞ്ഞത്, അല്ലെ പിന്നെ ഓർമ്മയില്ലാത്ത രീതിയിലാക്കും, എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറിക്കൊള്ളാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. സത്യത്തിന് ഞങ്ങൾ 10 സെന്റ് സ്ഥലവും വീടും ഉണ്ടായിരുന്നു. അത് വിറ്റിട്ടാണ് അന്ന് ചികിത്സിച്ചത്. പിന്നീട് കടപ്പെടുത്താണ് ഈ വീട് വെച്ചത്. ഇപ്പൊ ഇതും ജിപ്റ്റിയുടെ വക്കിലാണ്. അത്രയും നോട്ടീസ് ഒന്നും നടക്കും. അത്രയും അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു വീടാണ്. ഇത് നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള വിഷമമാണ്. ഇപ്പൊ ജീവിതം തന്നെ അവസാനിപ്പിച്ച മതിയെന്നുള്ള ഇതിൽ നിൽക്കുവന്ന് ഇപ്പോഴത്തെ അവസ്ഥ. 8 ലക്ഷം കടമുണ്ട്. ഈ വീട് വിറ്റാലും ഒക്കാത്ത രീതി അന്ന് പലിശയ്ക്കൊക്കെ വാങ്ങിച്ച് ആ ചികിത്സയുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. മധുരയിലാണ് ചികിത്സിക്കുന്നത്. ഇവിടെ ഒറ്റക്കണ്ണാണ്ട് ഒരു ഓപ്പറേഷൻ ചെയ്യത്തില്ലെന്ന് അവർ പറയുന്നത്. ഒറ്റക്കണ്ണാണ്ട് റിസ്ക് ആണ്, ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മധുരക്കാർ ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മുടെ ചിലവുണ്ട് അതുപോലെ. പിന്നെ റെസ്റ്റ് പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു തരത്തിൽ ഒരു ജോലിയും ചെയ്യാനൊക്കാത്ത സാഹചര്യം. എനിക്കിപ്പോൾ എവിടെയും കൊണ്ട് ഒരു ആശുപത്രി തന്നെ പോകണമെങ്കിലോ ഒരു കടയിലൊന്ന് പോകണമെങ്കിലോ ഒറ്റയ്ക്ക് പോകാനൊക്കത്തില്ല, കണ്ണ് കാണത്തില്ല ബസ് സൈഡിൽ കൂടെ. ഈ അവസ്ഥയിൽ ഞാൻ എന്തായിരുന്നു ചെയ്യുന്നത്? ഞാൻ ഒറ്റയ്ക്ക് മക്കളൊരു ചെറിയൊരു കമ്പനി ചെറിയ ജോലി, അതിനകത്ത് വലിയ കാര്യമൊന്നും ഉള്ളതല്ല. അവരെ കൊണ്ട് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ല ഉള്ളത്. നഷ്ടപരിഹാരം ഒന്നും ചോദിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യമുണ്ട്, ഒന്നി കണ്ണ് വെച്ച് തന്നാൽ മതി. ഇവരുടെ നഷ്ടപരിഹാരമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒന്ന് കാണണം. ഞങ്ങൾ ചെന്ന അവസ്ഥയിൽ ഞങ്ങൾ പൈസ ബില്ലുകളെല്ലാം ഞാൻ കഷ്ടപ്പെട്ടും കടം വാങ്ങിച്ച് ഞാൻ ബില്ലുകൾ മൊത്തം അടച്ചു. എല്ലാ ബില്ലുകളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഇവിടെ എല്ലാം മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ എല്ലായിടവും ഞാൻ പരാതികൾ അയച്ചതാണ്. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എനിക്ക് നാട്ടുകാരോടും മീഡിയാസിനോടും പറയാൻ ഇനി ലാസ്റ്റ് കൈ പിന്നെ കോടതിയോടുമാണ്. കോടതിയുടെ സമീപനത്തിൽ എനിക്ക് അതിന് നീതി കിട്ടുമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. കോടതിയിൽ വിശ്വാസമുണ്ട്, ദൈവത്തിലും വിശ്വാസമുണ്ട്. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. ഇപ്പൊ അവരെന്തെങ്കിലും പറയുന്നുണ്ടോ? ഇപ്പൊ പറയുന്നത് നമ്മളെ ചെന്നപ്പോൾ നമ്മളെ കളിയാക്കുന്ന രീതിയിലാണ്. ഞാൻ കമ്മീഷൻ വന്ന ആളിൻ്റെ ആ ഡോക്ടറെ വിളിച്ച് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ ആ ഡോക്ടറെ തോളെ കൈയിട്ട് കമ്മീഷൻ ഉൾപ്പെടുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൃഷ്ണനുണ്ട്. ഒരു നീതി ലഭിക്കത്തില്ലെന്ന് ഉറപ്പ് വന്നപ്പോൾ ഞങ്ങളുടെ ഭാഗം വക്കീൽ പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും കേസിൽ നിന്ന് അവർ അപ്പീലിന് പോവും, അല്ലെങ്കിൽ വേറെ ഡോക്ടർമാരെ ഇറക്കി നീട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അന്ന് ഇഷ്യൂസ് ഉണ്ടാക്കിയിരുന്ന ഈ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. കണ്ണ് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവിടെ സത്യാഗ്രഹം ഇരുന്നാൽ മതിയായിരുന്നു. രാഷ്ട്രീയക്കാരോടൊന്നും ഞങ്ങൾ പറയുന്നില്ല. പല ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, ആരും രംഗത്ത് മുന്നോട്ട് വരുന്നില്ല. ഒരു നീതിയായിട്ട് കോടതിയിൽ നിന്നായാലും അവരുടെ ആശുപത്രിക്കാരുടെ ഭാഗത്തു നിന്നായാലും എന്തെങ്കിലും ഒരു നീതിയായ എന്തെങ്കിലും സമാധാനത്തിൻ്റെ വഴി ഉണ്ടാവുകയാണെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ അവിടെ പോയി ജീവിതം അവസാനിപ്പിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾക്ക് ഇനി ഒന്നും നോക്കാനില്ല. എല്ലാം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ കണ്ണുമില്ലാതെ ഞാൻ ഇനി എവിടെ പോയി ഒരു ഭിക്ഷ എടുക്കാനോ കാര്യങ്ങളോ നോക്കുന്ന കാര്യമില്ല. അതിപ്പോൾ അന്തസ്സായി ജീവൻ ഇല്ലാതാകുന്ന രീതിയിലേക്ക് ഞങ്ങൾ അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.